ഒറ്റ കാര്യം മാത്രം ഞാൻ ആദ്യയുടെ കൂടെ എഗ്രി ചെയ്യുന്നില്ല. അത് ഞാനിപ്പോ പറഞ്ഞിട്ടാ വരുന്നത്. ഇത് മൊത്തം ഹിപ്നോട്ടിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ സ്കില്ലും ഇല്ല എന്ന് പറയുന്നതിൽ ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ദർ ഇസ് സംതിങ്, ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇറ്റ്. ഹിസ് നോട്ട് എഗ്രിങ് ടു ഇറ്റ്. പക്ഷെ ഞാനത് സമ്മതിക്കില്ല. കുറച്ചൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ട്. ഭയങ്കര അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. എല്ലാരും കാണും. കേട്ടതുപോലെ തന്നെ ചിരി, ലൈക്ക് എക്സൈറ്റ്മെന്റ്, അതിന്റെ ഇടയിൽ അത്ഭുതപ്പെട്ടു പോയ കുറെ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവസാനം ഒന്ന് കണ്ണ് നനയിപ്പിക്കുകയും ചെയ്തു. ലൈക്ക് റിയലി ആ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പോയത് എങ്ങനെയാന്ന് പോലും തോന്നിയില്ല. ഇനിയും വേണം എന്നാണ് തോന്നിയത്. അയ്യോ, ഇത് അവസാനിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ലൈക്ക് ഇതുവരെ ഞാൻ അനുഭവിക്കാത്തൊരു ഷോ, ലൈക്ക് എങ്ങനെ പറയാന്നറിയില്ല, ഒരു സിനിമ കാണുന്നതിനെക്കാട്ടിലും അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വന്നത് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മള് ലാസ്റ്റ് ആവുമ്പോ നമ്മൾ ഒന്ന് ഇങ്ങടോ എന്താണ് സംഭവിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകും. പെട്ടെന്നാണ് ഒരു നമ്മളെ പ്രതീക്ഷിക്കുകയില്ലേ, അത്ര അടിപൊളിയായിരുന്നു. മൈൻഡിനെ അങ്ങനെ ലൈക്ക് അയ്യോ എങ്ങനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് ഇപ്പോഴും ആ എക്സൈറ്റ്മെന്റ് അങ്ങനെ നിൽക്കുന്നു. ഞാന് ഇന്നലെ വരെ ഈ ഷോക്ക് വരണ്ടെന്ന് വെച്ച ആളായിരുന്നു. പക്ഷെ ആ തീരുമാനത്തോടു കൂടി തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിഗ്രറ്റ് അടിച്ചു പോയേനെ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാണ്, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഷോ കാണാൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയില്ല. അത് നമ്മളവിടെ ഇരുന്ന് ആ 2 മണിക്കൂർ കൊണ്ട് ഇരുന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിനേക്കാളും നല്ലത് അതായിരിക്കും. നല്ലൊരു സ്റ്റോറി കഴിയുമ്പോൾ നമുക്ക് ആ ടൈം പോകുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ ആ ടൈം പോയത് അറിഞ്ഞില്ല. കഴിഞ്ഞതിലൊരു ഭയങ്കര സങ്കടവും ഉണ്ട്. എക്സാക്ട്ലി, ഇത് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് നമ്മളൊരു ചാഞ്ചാട്ടത്തോടെ തന്നെ ഉണ്ടാവുക. പക്ഷെ പരിപാടി ആസ്വദിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ അറിയുള്ളൂ. ഇതേപോലെ പറഞ്ഞ ആൾക്കാരുടെ വീഡിയോ ഞാൻ തന്നെ കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഇത്, അത്രയ്ക്ക് ഉണ്ടോന്ന്. പക്ഷെ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ അത്രയും അടിപൊളിയായിരുന്നു. വാച്ചാണ്, അനുഭവിച്ചെന്നെ അറിയണം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയും. ഇത് 1 ടൈം ഓപ്പർച്യൂണിറ്റി ഒന്നും അല്ല, പിന്നെയും കാണാം. പക്ഷെ ആ ഫസ്റ്റ് ടൈം ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോ അത് നമ്മളെടുത്ത് കണ്ടു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. പോകുമ്പോ ഓർക്കാൻ പറ്റുന്ന, കുറെ നാൾ ഓർക്കാൻ പറ്റുന്ന നല്ലൊരു മെമ്മറി. സ്റ്റേജിൽ നിൽക്കുമ്പോ ഇവൻ താഴെ ഓഡിയൻസിന്റെ അവിടെ നിന്നിട്ട് മനസ്സിലൊരു പാട്ട് പാടി, ലൈക് മനസ്സില്. പക്ഷെ അതെനിക്കിത് ചെവിയിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. എനിക്കറിയില്ല അത് എങ്ങനെയാണ്, ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനത് എങ്ങനെയാ കേട്ടെന്നുള്ളത്. ഭയങ്കര ഇപ്പോഴും ഞാൻ ഷോക്കിലാണ്, എനിക്കറിയില്ല. Starting, I was actually a bit skeptical. I would say that. I was not convinced with whatever he was doing. I was not 100% convinced. But with time, he could actually convince me and I was taken to the stage. That was the moment when I realized, okay, this is not, I'm not in a, magical world or in a world that someone created for me. This is happening. ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആദ്യമായിട്ട് ലൈഫിൽ കാണുകയാണ്. ഒരു 2 മണിക്കൂർ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു വേൾഡ് കൊണ്ടുപോയിട്ട് അവിടെ നമ്മളെ 2 മണിക്കൂർ ഒന്നും ആലോചിക്കാതെ പ്രോഗ്രാമിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് കൂടെ ചെയ്യാൻ പറ്റിയപ്പോ ഒരുപാട് ആൾക്കാരോട് വിളിച്ചു പറഞ്ഞിരുന്നു വരാൻ പറഞ്ഞിട്ട്. അവർക്കും കൂടെ കാണാനൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു തോന്നി. ഐ ആം റിയലി എക്സൈറ്റഡ്, റിയലി ഗ്രേറ്റ്. ഇവിടെ കാണിച്ച സംഭവങ്ങളെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അത്ഭുതമായിട്ട് തോന്നി. ഇങ്ങനെ നമ്മള് ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ മാജിക്കിനൊന്നും അത്രയും മാജിക് റിയൽ ആണ്, മാജിക് ഉള്ളതാണെന്ന് ചിന്തിച്ച ആളല്ല. പക്ഷെ ഇതിന്ന് ഒരു ഷോ കണ്ടപ്പോ ഇച്ചിരി കൂടി ഹോപ്പായി. ഭയങ്കര വണ്ടർഫുൾ ഷോ. ഇത് ശരിയാക്കി പോയാ മതി. ഇവിടെ വരുന്നതിന് മുന്നേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അതിനും മുകളിൽ പോയെന്ന് വേണം പറയാൻ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ശരിക്കും വേറൊരാളുടെ അനുഭവമാണെങ്കിൽ പോലും നമ്മുടെ പോലും കണ്ണു നിറയ്ക്കുന്ന പോലത്തെ പ്രകടനമായിരുന്നു ശരിക്കും ഇവിടെ.
ശരിക്കും ആദി തകർത്തു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഷോ, ഫോർ ദ ഓർഗനൈസേഴ്സ് ആൻഡ് all the people behind this. Thank you. Thank you so much, everyone.